ഒരു ദിവസത്തിൽ തന്നെ 16 സൂര്യോദയങ്ങളും അതുപോലെ തന്നെ അസ്തമയങ്ങളും കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ISS എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ബഹിരാകാശ നിലയം എന്താണെന്നും അതിൻ്റെ കൂടുതൽ സവിശേഷതകളും അറിയാം. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഗവേഷണ കേന്ദ്രമാണ് ISS. ലോകത്തെ വിവിധ രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിച്ച ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുവാണിത്. ഭൂമിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്ററോളം ഉയരത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. 1998 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്ക, റഷ്യ, യൂറോപ്പ്, ജപ്പാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ബഹിരാകാശത്ത് വൈജ്ഞാനിക പരീക്ഷണങ്ങൾ നടത്തുക, ഭ്രമണശൂന്യതയിൽ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുക, പുതിയ സ്പേസ് ടെക്നോളജി പരീക്ഷിക്കുക, ഭൂമിയിൽ ജീവന്റെ പ്രകൃതി, അന്തരീക്ഷം എന്നിവയുടെ കാര്യത്തിൽ കൂടുതൽ അറിവുകൾ സമ്പാദിക്കുക തുടങ്ങിയവയാണ് ISSന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISRO നേരിട്ട് ISS സംരംഭത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ഇന്ത്യയിലുള്ള ശാസ്ത്രജ്ഞർ നടത്തിയ ചില ഗവേഷണങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ISSന്റെ വലിപ്പം വളരെ വലുതാണ്. ഏകദേശം ഒരു ഫുട്ബോൾ മൈതാനത്തോളം നീളമുണ്ട്. സ്റ്റേഷന്റെ പല ഭാഗങ്ങൾ ചേർത്ത് നിർമ്മിച്ചിട്ടുള്ളത് തന്നെ അതിനെ മോഡുലാർ സ്ട്രക്ചർ എന്ന് പറയപ്പെടുന്നു. മണിക്കൂറിൽ 27,600 കിലോമീറ്ററോളം വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം. ഒരു ദിവസം 15.54 തവണ ഭൂമിയെ ചുറ്റുന്നു. ഏകദേശം 4,19,725 കിലോഗ്രാമാണ് ഇതിന്റെ ഭാരം. നിലയത്തിന്റെ സോളാർ പാനൽ മാത്രം 1 ഏക്കറിൽ വ്യാപിച്ചിരിക്കുന്നു. ബഹിരാകാശ യാത്രികർ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ വഴിയോ റഷ്യയുടെ സോയൂസ് ക്യാപ്സ്യൂൾ വഴിയോ ഇവിടെ എത്തിച്ചേരുന്നു. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനറും ഈയിടെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഇവിടെ എത്തിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ ISSലെ വിവിധ പ്രത്യേകതകൾ, അവിടുത്തെ ജീവിത രീതി, വ്യക്തിഗത പരിചരണങ്ങൾ തുടങ്ങിയവ ബഹിരാകാശ യാത്രികർ നമ്മോട് പങ്കുവെക്കാറുണ്ട്. 7 പേരടങ്ങുന്ന ഒരു ഗവേഷക സംഘമാണിവിടെ സ്ഥിരമായി ഉണ്ടാവുക. ഇടവേളകളിൽ ഇവർ മാറി വരുന്നു. നിലവിൽ 2030 വരെയാണ് പ്രവർത്തനം തുടരുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. നിലവിൽ റഷ്യ ഇതിനോടകം നിലയത്തിന്റെ പ്രവർത്തനക്ഷമതയിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. നാം ഇന്ന് കാണുന്ന ഈ നിലയം വളരെ കുറച്ച് നാൾ കൂടി മാത്രമാണ് നിലവിലുണ്ടാവുകയുള്ളൂ. 2031 നിലയത്തെ തിരിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുമെന്ന് നാസ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കരാറിലെത്തുകയും ചെയ്തു. ബഹിരാകാശത്തെ ഭ്രമണപഥത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിനും ഭൗമാന്തരീക്ഷത്തിൽ ഇടിച്ചിറക്കുന്നതിനും വേണ്ടിയുള്ള ബഹിരാകാശ പേടകം വികസിപ്പിക്കുകയാണ് സ്പേസ് എക്സിന്റെ ചുമതല. 2030 അവസാനം ഈ പേടകം വിക്ഷേപിക്കുക. ഈ നിലയം ഇല്ലാതായാൽ രാജ്യങ്ങൾ തമ്മിൽ ബഹിരാകാശ നിലയങ്ങൾ നിർമ്മിക്കാൻ മത്സരം ആരംഭിക്കും. നിലവിൽ ചൈനയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയമുണ്ട്. റഷ്യയും അമേരിക്കയും ഇന്ത്യയും എല്ലാം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രലോകത്തെ പുരോഗതിക്കും മനുഷ്യന്റെ നന്മയ്ക്കും ഇവ ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്തരത്തിലുള്ള അറിവുകൾക്കും വിജ്ഞാനങ്ങൾക്കുമായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.